നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. സുജാത ആന്റി, ഗോപി അങ്കിൾ, സറിയു ആൻഡ് വിനു അങ്കിൾ. ഈ സ്റ്റേജിലെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നത് സെമി ക്ലാസിക്കൽ ഹിറ്റ്സോട് കൂടിയാണ്. ഈ റൗണ്ടിൽ പാടാൻ വരുന്നു വൈശാഖി. Hi Vaishakhi. Hi Nasriya. Looking very pretty. Thank you. As usual. Thank you. Semi classical round. ഭയങ്കര ചാലഞ്ചിങ് ഒരു റൗണ്ട് തന്നെയാണ് അല്ലേ? ഇതുവരെ ഉള്ള റൗണ്ട്സിലെല്ലാം കാട്ടി ഡിഫറെന്റ്. അതെ. ഏത് പാട്ടാ? മഹാബലി എന്ന ഫിലിമില് വാണിയമ്മ ലതിക ടീച്ചറോട് പാടിയ സ്വരങ്ങൾ പാദസരങ്ങൾ എന്ന്. All the best. Tarangalolam
വൈശാഖി, വെരി ഡിഫിക്കൾട്ട് അല്ലേ? എങ്ങനെ തോന്നുന്നു പാടിയിട്ട്? അറിഞ്ഞൂടാ. ചോദിക്കാം. സുജാത ആന്റി? ജസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ്. താങ്ക് യു മാം, താങ്ക് യു. വൈശാഖിക്ക് ആരെ ഈ പാട്ട് പഠിപ്പിച്ചു തന്നത്? എന്റെ മ്യൂസിക് ടീച്ചർ സുജാ മാം, എന്റെ സ്കൂളിൽ തന്നെ. സുജാ മാം, താങ്ക്സ് എ ലോട്ട്. ആ പാഠം ഉഗ്രനായിരുന്നു. ടോട്ടലി എന്താ പറഞ്ഞ, വൈശാഖിയുടെ കൺട്രോളിലായിരുന്നു വോയിസ്. താങ്ക് യു മാം. എവിടെ വിചാരിക്കണം അവിടെയൊക്കെ തൊണ്ട പോയി. ഗോഡ് ബ്ലെസ്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. താങ്ക് യു മാം. ആൻഡ് ഈ പ്രതിമധ്യമ വരണ പാട്ടുകൾ പാടാൻ ഡിഫിക്കൽട്ടാണ്. ഭയങ്കര ഈസി ആയിട്ട് മോള് ഹാൻഡിൽ ചെയ്തു. അത് ഒരു നമുക്ക് കേൾക്കണവർക്ക് ഒരു സ്ട്രെയിൻ ഉണ്ടായിരുന്നില്ല. നോട്ട്സ് ഒക്കെ എന്താ പറഞ്ഞ അഴുത്തം, ആ രാഗഭാവമൊക്കെ കറക്റ്റ് ആയിരുന്നു. എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ് ആക്ച്വലി. കാരണം വൈശാഖി, ഞാൻ ലൈറ്റ് സോങ്സ്, മെലഡി സോങ്സ് ഒക്കെയാണ് വൈശാഖി നല്ലോണം പാടണമെന്ന് എന്റെ ഒരു ഇതാണ്. പക്ഷെ ക്ലാസിക്കൽ ഇത്രയും പാടുന്നത് ഞാൻ അറിഞ്ഞിരുന്നില്ല. അതൊരു ശരിക്കൊരു എനിക്കൊരു അത്ഭുതം തന്നെയായിരുന്നു. വൈശാഖി, ഗ്രേറ്റ്. താങ്ക് യു മാം, താങ്ക് യു. വെരി ഗുഡ്. താങ്ക് യു. ആൻഡ് ഫസ്റ്റ് ചരണത്തിൽ ഒരു ഹമ്മിങ് പാടിയില്ലേ, ഒരു അകാരം, അത് ഇറ്റ് വാസ് സൂപ്പർബ്. താങ്ക് യു മാം. ഒരേ ഒരു ഫ്ലോ എവിടെയെങ്കിലും പറയാമെന്നുള്ളത് പല്ലവി കഴിഞ്ഞിട്ട് സ്വരങ്ങൾ എന്ന് വരില്ലേ, പക്ഷെ അത് അവസാനം ഞാൻ എഴുതി വെച്ചു. അവസാനത്തെ പല്ലവിയിൽ അത് ക്ലീൻ ആയിരുന്നു. അപ്പൊ ആ പാടിയ സമയത്തുള്ള തെറ്റും മാത്രമാണ്, അല്ലാതെ അത് പഠിച്ചതിന്റെ ഒന്നുമല്ല. അനുരാഗ ലിറിക്സ് എന്താ മോളേത്? അനുരാഗ സംഗീത ലോലകളഖില കലകളുണരും ബ്യൂട്ടിഫുൾ. താങ്ക് യു മാം. ഇതുപോലെ വോയിസ് നന്നായിരിക്കുന്നു. താങ്ക് യു മാം. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവാം. താങ്ക് യു മാം. താങ്ക് യു സുജാത ആന്റി. വേണു അങ്കിൾ? എനിക്ക് തോന്നുന്നു ഇതുവരെ വൈശാഖി ഇവിടെ പാടിയിട്ടുള്ള ദ ബെസ്റ്റ്. താങ്ക് യു സർ, താങ്ക് യു. ആ കഴിഞ്ഞ റൗണ്ട് മുതലേ മോളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ വളരെ ഹൈ ആണ്. ആൻഡ് വിച്ച് ഇസ് ഇപ്പോഴും അത് ക്യാരി ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ തന്നെ പോട്ടെ. അതിമനോഹരങ്ങളായ നിരവധി നിമിഷങ്ങൾ ഈ പാട്ടിലുണ്ടായിരുന്നു. ഒരുപാട് മുഹൂർത്തങ്ങള്. തപസ്സിൽ നിന്നുണരും നീലമിഴിയിണയിൽ, ഞങ്ങൾക്ക് എന്താ പറയേണ്ടതെന്ന് ആ സമയത്ത് ഞങ്ങൾ വി വർ വെരി എക്സൈറ്റഡ് കേട്ടോ. അത്ര മനോഹരമായിരുന്നു. ആൻഡ് ആ ഒരു വേറിട്ട ഒരു ഫേസ് ആണിത് വൈശാഖിയുടെ. സാധാരണ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ടച്ചസ് കൊടുക്കുന്ന പാട്ട് പാടുന്നതിൽ നിന്നും വളരെ ക്ലാസിക്കൽ ആയിട്ടുള്ള, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഋഷഭപ്രിയ എന്നൊരു രാഗം കൈകാര്യം ചെയ്യുന്ന ഒരു പാട്ടാണിത്. വെരി ഗുഡ്, എക്സലന്റ് മോളെ. താങ്ക് യു. താങ്ക് യു വേണു അങ്കിൾ. ആൻഡ് ഗോപി അങ്കിൾ? വൈശാഖി, അപാരം, അസാധ്യം. താങ്ക് യു സർ, താങ്ക് യു. കൺഗ്രാജുലേഷൻസ്. ഈ ഒരു ക്ലാസിക്കൽ സോങ്ങിൽ കൂടി നിങ്ങൾ ഈ മികവ് കാണിക്കുന്ന സമയത്ത് ഈ ലോകത്തുള്ള ഈ ഏഷ്യാനെറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ മലയാളികളും ശരിക്കും ഒന്ന് തലകുനിക്കും നിങ്ങളുടെ കഴിവിന് മുമ്പിൽ. കാരണം ഈ കുഞ്ഞു പ്രായത്തിൽ ഇങ്ങനെ പാടാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. എത്ര ആളുകൾ നിങ്ങൾ ഞങ്ങളൊക്കെ ഈ യാത്രയൊക്കെ പോകുന്ന സമയത്ത് അവിടെ നിന്നൊക്കെ ഞങ്ങളോട് പറയുന്നതാണ്, മഞ്ച് സ്റ്റാർ സിംഗർ ജൂനിയറിൽ പാടുന്ന കുട്ടികളോട് പ്രത്യേകം ഞങ്ങളുടെ സ്നേഹാന്വേഷണം പറയണം എന്നുള്ളത് എല്ലാവരും പറയാറുണ്ട്, എവിടുന്നും പറയാറുണ്ട്. ഇതാ 2 കുഞ്ഞ് കലാകാരിയും വന്നിരിക്കുന്നു. അവരൊക്കെ പ്രോഗ്രാം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എത്രയോ ഭാഗത്ത് എത്രയോ ആളുകൾ കാത്തിരിക്കുന്നുണ്ടാവും അല്ലേ, സ്നേഹം ഉള്ള ആളുകൾ, സ്നേഹിക്കുന്ന ആളുകൾ. ഞാൻ ഒരു ചെറിയൊരു കഥ പറയാം. ഇത് ആലിസ് ഹൂനൻ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തക എഴുതിയിട്ടുള്ള ഒരു ചെറിയ കഥയാണ്, കുഞ്ഞു കഥയാണ്. അതിനകത്തൊരു കൊച്ചു പക്ഷിയുണ്ട്. ആ കഥയുടെ പേര് സ്നേഹപക്ഷികൾ എന്നാണ്. ഒരു കൊച്ചു പക്ഷി
ആ പക്ഷിക്ക് അച്ഛനും ഇല്ല, അമ്മയില്ല. അപ്പൊ ആ പക്ഷിയെ സ്നേഹിക്കാൻ ആരുമില്ല, പക്ഷിക്ക് സ്നേഹം കൊടുക്കാനും ആരുമില്ല. അപ്പൊ അങ്ങനെ ആ പക്ഷി ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് ആ പക്ഷി ചെന്നിട്ട് കാക്കയോട് ചോദിച്ചു, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ കാക്ക പറഞ്ഞു, നീ ചെയ്യേണ്ടത് ഒരു മരത്തിന്റെ മേളിൽ ആദ്യം പോയിട്ട് ചെറിയ കൂടുണ്ടാക്കുക, ചില്ലകളെ കുടിച്ചൊരു കൂടുണ്ടാക്കുക. ആ കൂടിനകത്തിരുന്നുകൊണ്ട് വളരെ ഫീബിളായ ശബ്ദത്തിൽ പറയണം, ലവ് മീ ലവ് മീ എന്ന് പറയണം. മനസ്സിലായോ? ആ പക്ഷിയോടെ പോയി ചില്ലകളെ കുടിച്ച് നല്ലൊരു കൂടുണ്ടാക്കി അതിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ലവ് മീ എന്ന് പറഞ്ഞു. ആരും വന്നില്ല. കാക്കയോട് പോയിട്ട് പറഞ്ഞു, ഞാൻ കൂടുണ്ടാക്കി, പക്ഷെ ആരും വന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ കാക്ക പറഞ്ഞു, എന്റെ തലയിൽ ഇത്രേ ബുദ്ധിയുള്ളൂ, നമുക്ക് ആനയോട് പോയി ചോദിക്കാം, ആന വലിയ തലയല്ലേ, അപ്പൊ നല്ല ബുദ്ധി ഉണ്ടാവും, അവിടെ പോയി ചോദിക്കാന്ന് പറഞ്ഞു. ആന പറഞ്ഞു, ചെറിയൊരു മാറ്റം വരുത്തുക, ലവ് മീക്ക് പകരം ലവ് യു എന്ന് പറയാം. അപ്പൊ ആ പക്ഷി പിറ്റേ ദിവസം വീണ്ടും പോയിട്ട് അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, ലവ് യു എന്ന് പറഞ്ഞു. ആകാശത്തിന്റെ അതിർത്തികളൊക്കെ ഭേദിച്ച് ഇതിലൊക്കെ അകത്തുകൂടെ ഇങ്ങനെ പറന്ന് 10,000 പക്ഷികൾ ആ പക്ഷിയുടെ അടുത്തേക്ക് വന്നു. അപ്പൊ എന്താ മനസ്സിലായേ? സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടും എന്നുള്ളത്. ഇവിടെ അതാണ് കാണുന്നത്. നിങ്ങളുടെ പാട്ട്, അതുപോലെ നിങ്ങളുടെ ഈ സ്റ്റേജിലുള്ള നിങ്ങളുടെ വിനയം, നിങ്ങളുടെ പെർഫോമൻസ്, ഇതൊക്കെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൊണ്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ലവ് യു എന്ന് പറയുമ്പോൾ അവർ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ലവ് യു എന്ന്. അപ്പൊ ആ സ്നേഹം അതുപോലെ നിലനിർത്തുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഗോപി അങ്കിൾ. വൈശാഖി, നമുക്കൊക്കെ കണ്ടസ്റ്റൻസിനൊക്കെ ഒരു പോസിറ്റീവ് എനർജി ഒക്കെ നൽകാൻ വേണ്ടിട്ട്, പിന്നെ നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ ലൈവായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി സരിയ ചേച്ചിയുണ്ട്. സോ ലെറ്റ്സ് ആസ്ക് സരിയ ചേച്ചി. വൈശാഖി, ഹായ് ചേച്ചി. പച്ചപ്പാവാട സുന്ദരി, താങ്ക് യു. വളരെ നന്നായിരുന്നു. പിന്നെ ഗാനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ പാട്ടിനെ കുറിച്ച് ആധികാരികമായി ഒന്നും സംസാരിക്കാൻ അറിയില്ലെങ്കിലും ഈ ഒരു സെമി ക്ലാസിക്കൽ ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തെ ഒരു സുഖം, ഒന്നും അറിയില്ലെങ്കിലും അത് കേൾക്കുമ്പോഴത്തെ സുഖം പ്രത്യേകത തന്നെയാണ്. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഓൾ ദ ബെസ്റ്റ് മോൾ. താങ്ക് യു ചേച്ചി. താങ്ക് യു സരിയ ചേച്ചി. സോ വൈശാഖി, ഡെഫിനറ്റ്ലി വളരെ നല്ല കമന്റ്സ് ആണ്. അപ്പൊ മാർക്സും കിട്ടുമായിരിക്കും അല്ലേ? ചോദിക്കാം. സുജാതാൻജി, out of 45? I think I have to give you 39. 39 out of 45. Venu uncle? ഞാനും ഒരു ഫോളോവർ ആണ്. 39. 39 again on 45. And Gopi uncle on 10. 8 മാർക്ക്. താങ്ക് യു. 8 on 10. So Vaishakhi, the total is 86 on 100. താങ്ക് യു. വളരെ നല്ലൊരു സ്റ്റാർട്ട് തന്നെയാണ് അല്ലേ ഈ സ്റ്റേജില്. ഓൾ ദി ബെസ്റ്റ്. കീപ് ഗെറ്റിംഗ് ഇങ്ങനത്തെ നല്ല മാർക്സ് തന്നെ കിട്ടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മിസ്റ്റർ. जैसे दिलरुबा चमन में है क्या दिया. ഒരു 2